കാക്കനാട് ദർശൻ നഗറിലെ അതിരൂക്ഷമായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ എറണാകുളം ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ NSK ഉമേഷാണ് ഉത്തരവിട്ടത്. ഇത് തൃക്കാക്കര നഗരസഭാ സെക്രട്ടറി നടപ്പാക്കി. നഗരസഭാ പരിധിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെയധികം കെട്ടിട നിർമ്മാണങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ലോ ലൈങ് ആയിട്ടുള്ള ലാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ പ്രദേശത്തേക്കുള്ള ഡ്രെയിനേജുകളെല്ലാം ഒരേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ജനങ്ങളുടെയും ജീവികളുടെയും എല്ലാം ആവാസ വ്യവസ്ഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് ഡ്രെയിനേജുകൾ അല്ലെങ്കിൽ തോടുകൾ എന്നുള്ളതൊക്കെ. അതൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ടും മണ്ണിട്ട് മൂടിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും ആരും ചെയ്യാനും പാടില്ല. അതിൻ്റെ അകത്തുനിന്ന് അകന്ന് നിൽക്കുകയും വേണം. ഇനിയുള്ളവർക്ക് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. ദർശൻ നഗർക്കാര് കഴിഞ്ഞ വർഷം വളരെയധികം അനുഭവിച്ചു. നമ്മൾ ആ വീഡിയോ എല്ലാം കാണാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചു. നോക്കിയപ്പോൾ വളരെ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയത്. ഈ വർഷം എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ബഹുമാനപ്പെട്ട കളക്ടർ കർശനമായിട്ട് ഇടപെടുകയും മുനിസിപ്പൽ നഗരസഭ സെക്രട്ടറിക്ക് അതിനൊരു അധികാരം കൊടുക്കുകയും ചെയ്തു. കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള എക്സിക്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ളവ ഈ പ്രദേശത്ത് വ്യാപിക്കുകയുണ്ടായി. ദർശൻ നഗർ റെസിഡൻസ് അസോസിയേഷനാണ് എറണാകുളം ജില്ലാ കളക്ടർ. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് DLFന്റെ അകത്തുകൂടി പോകുന്ന നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്ന ഭാഗത്ത് വീണ്ടും തോട് നിർമ്മിച്ച് നീരൊഴുക്ക്. ഞാൻ ദർശൻ നഗർ അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇവിടുത്തെ ദർശൻ നഗർ നിവാസികളും ഗ്രീൻ വാലി നിവാസികളും വർഷങ്ങളോളം വെള്ളക്കെട്ട് ഭീഷണി മൂലം കോടിക്കണക്കിന് നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരമായി ഞങ്ങൾ കളക്ടറെ സമീപിക്കുകയും കളക്ടർ വളരെ ചർച്ച നടത്തുകയും DLFന്റെ അതോറിറ്റീസ് കൂടി ചർച്ച നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി കളക്ടറിൻ്റെ നിസ്വാർത്ഥ സേവനം കൊണ്ട് നമുക്കിങ്ങനൊരു മുനിസിപ്പാലിറ്റി സെക്രട്ടറി വഴി ഒരു ഓർഡർ കൊടുക്കുകയും ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആ കാനയുടെ അപ്പുറത്ത് വലിയ 3 മീറ്റർ വീതിയിൽ 2.5 മീറ്റർ ഡെപ്തിൽ അവിടെ വെള്ളം പോകുന്നതിലേക്ക് വേണ്ടിയുള്ള കാന കുഴിക്കാൻ ഓർഡർ ഇടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും കളക്ടറുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഇതാണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അത് അങ്ങേയറ്റം അദ്ദേഹത്തെ മുക്തകണ്ഠം ഇവിടുത്തെ നിവാസികൾ പ്രശംസിക്കുകയാണ്. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചെലവ് DLF തന്നെ വഹിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനാണ് വഹിക്കേണ്ടത്. നഗരസഭ പ്രിലിമിനറി ആയിട്ടുള്ള പൈസയാണ് അതിന് മുടക്കുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പരിപാടികളെല്ലാം പൂർത്തീകരിക്കും. കൂടാതെ കടമ്പ്രയാറിന്റെ ഒരു ബ്രാഞ്ചും കൂടെ ആ പൊസിഷനിൽ വരുന്നുണ്ട്. അതും ക്ലീൻ ചെയ്ത് കടമ്പ്രയാറിലേക്ക് ഈ വരുന്ന വെള്ളം എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും. ഏത് തരത്തിലുള്ള ഡ്രെയിനേജ് അല്ലെങ്കിൽ തോടുകളുടെ എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നഗരസഭ ഇനി പ്രോത്സാഹിപ്പിക്കില്ല. അതിനെതിരെ കർശനമായിട്ടുള്ള നടപടിയും സ്വീകരിക്കും. എല്ലാ ജനങ്ങളും ഡെവലപ്പേഴ്സും ഇതെല്ലാം ഒരു പാഠമായി